എൻ്റെ പ്രിയ ദൈവമക്കളെ, ഇന്ന് നമുക്ക് വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന എന്തു ചെയ്യുന്നുവെന്ന് ജെയിംസ് പറയുന്നത് ശ്രവിക്കാം. ജെയിംസ് 5:15. എന്നാൽ വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന ദീനക്കാരനെ രക്ഷിക്കും, കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും, അവൻ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അവനോട് ക്ഷമിക്കും. ജീവിതത്തിലെ വെല്ലുവിളികളെ പ്രാർത്ഥനയോടും വിശ്വാസത്തോടും കൂടി പ്രതികരിക്കാൻ ഈ വാക്യം ജെയിംസ് വിശ്വാസികളെ പ്രോത്സാഹിപ്പിക്കുന്നു. പ്രാർത്ഥനയുടെ ശക്തിയെ ഈ ഭാഗം എടുത്തു കാണിക്കുന്നു. പ്രത്യേകിച്ച് വിശ്വാസികളുടെ സമൂഹം വിശ്വാസത്തിൽ അർപ്പിക്കുമ്പോൾ. രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിൽ മൂപ്പന്മാരുടെ പങ്ക് അദ്ദേഹം ഊന്നി പറയുകയും ശാരീരിക സൗഖ്യമാക്കൽ, ആത്മീയ പുനഃസ്ഥാപനം, പാപമോചനം എന്നിവ തമ്മിലുള്ള ബന്ധത്തെ അടിവരയിടുകയും ചെയ്യുന്നു. വിശ്വാസത്തിൻ്റെ പ്രാർത്ഥന എന്നത് ദൈവത്തിൻ്റെ ശക്തിയിലും ഇച്ഛയിലും വിശ്വാസമർപ്പിക്കുന്ന പ്രാർത്ഥനയെ സൂചിപ്പിക്കുന്നു. ഇത് കേവലം ആഗ്രഹപൂർണമായ ചിന്തയല്ല, മറിച്ച് അവൻ്റെ വാഗ്ദാനങ്ങളിൽ അധിഷ്ഠിതമായ ദൈവത്തോടുള്ള ആത്മവിശ്വാസമുള്ള അഭ്യർത്ഥനയാണ്. രോഗികളെ രക്ഷിക്കുക എന്ന വാചകം ശാരീരിക രോഗശാന്തിയും ആത്മീയ നവീകരണവും ഉൾക്കൊള്ളുന്നു. എല്ലാ രോഗങ്ങളും നേരിട്ട പാപം മൂലമല്ലെങ്കിലും പാപമോചനവും രോഗശാന്തിയും ദൈവത്തിൻ്റെ വീണ്ടെടുപ്പിൻ്റെ പദ്ധതിയിൽ ഇഴചേർന്നിരിക്കുന്നുവെന്ന് ജെയിംസ് സമ്മതിക്കുന്നു. രോഗശാന്തിയുടെ ആത്യന്തിക ഉറവിടം കർത്താവാണ്. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാൻ വിളിക്കപ്പെടുമ്പോൾ ഫലങ്ങൾ ദൈവഹിതത്തിലും അവിടുത്തെ സമയത്തിലും നിലകൊള്ളുന്നു. വിശ്വാസത്തിൻ്റെ പ്രാർത്ഥന എന്നത് ദൈവഹിതവുമായി യോജിച്ച് വിശ്വാസത്തിൽ അർപ്പിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്. ദൈവത്തിന് സുഖപ്പെടുത്താനും പുനഃസ്ഥാപിക്കാനും കഴിയുമെന്ന് വിശ്വസിക്കുന്നു. രക്ഷിക്കുക എന്നത് പലപ്പോഴും ശാരീരികവും ആത്മീയവുമായ വിടുതലിനെ സൂചിപ്പിക്കുന്നു. ശരീരത്തെ മാത്രമല്ല, ആത്മാവിനെയും സുഖപ്പെടുത്താൻ ദൈവത്തിന് കഴിയുമെന്ന് ജെയിംസ് എടുത്തു കാണിക്കുന്നു. കർത്താവ് അവനെ ഉയർപ്പിക്കും എന്നത് ഉടനടിയുള്ള രോഗശാന്തിയും ക്രിസ്തുവിലുള്ള പുനരുത്ഥാനത്തിൻ്റെ ആത്യന്തിക പ്രത്യാശയും നിർദ്ദേശിക്കുന്നു. അവൻ പാപങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ക്ഷമിക്കപ്പെടുമെന്നത് രക്ഷയുടെ സമഗ്രമായ സ്വഭാവം വെളിപ്പെടുത്തുന്നു. അവിടെ ശാരീരിക സൗഖ്യമാക്കൽ പലപ്പോഴും കുമ്പസാരത്തിലൂടെയും മാനസാന്തരത്തിലൂടെയും ആത്മീയ പുനഃസ്ഥാപനത്തോടൊപ്പമാണ്. സുഖപ്പെടുത്താനും പുനഃസ്ഥാപിക്കാനുമുള്ള ദൈവത്തിൻ്റെ ശക്തിയിൽ വിശ്വസിച്ചുകൊണ്ട് നാം വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം. അസുഖമോ പ്രയാസമോ ഉള്ള സമയങ്ങളിൽ സഭാ സമൂഹങ്ങളെ ഉൾപ്പെടുത്തുക. ആത്മീയ ആരോഗ്യത്തിനും ദൈവഹിതത്തിലുള്ള വിശ്വാസത്തിനും കുമ്പസാരത്തിൻ്റെയും ക്ഷമയുടെയും പ്രാധാന്യം തിരിച്ചറിയുക. സ്നേഹപിതാവേ, രോഗാവസ്ഥയിൽ ദൈവത്തിൻ്റെ ഇടപെടൽ തേടാനും ശരീരത്തെയും ആത്മാവിനെയും വീണ്ടെടുക്കാനുള്ള അവൻ്റെ കഴിവിൽ ആശ്രയിക്കാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നമ്മുടെ ശാരീരിക ആവശ്യങ്ങളിൽ മാത്രമല്ല, സമ്പൂർണതയിലേക്കും പാപമോചനത്തിലേക്കുമുള്ള ആത്മീയ യാത്രയിലും ദൈവകൃപയും ശക്തിയും അനുഭവിക്കാൻ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാനും ദൈവത്തിൻ്റെ പരമാധികാരത്തിൽ ആശ്രയിക്കാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.